ഞാനേ കുറച്ച് ദിവസം മുന്നേ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മിനി ഇഡ്ഡലിൻ്റെ കണ്ടവർക്ക് അറിയാൻ മതിയാവും. അതിൽ എനിക്ക് വന്നിട്ടുള്ളൊരു കമൻറ്റ് ആയാലും ഇഡ്ഡലി പാട്ടിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുമോയെന്ന്. അപ്പോൾ ഓർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. വലിയ പെർഫെക്ഷൻ ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. കാരണം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോഴാണ് എനിക്ക് അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയത്. അപ്പോൾ ഞാനിതാ 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ എടുത്തത്. ഇനിയിപ്പോൾ 1 ഗ്ലാസ് അരി ആണെങ്കിൽ 1/2 ഗ്ലാസ് ഉഴുന്നെടുത്താൽ മതി, അതാണ് കണക്ക്. പിന്നെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കഴുകുന്നുണ്ട് കേട്ടോ. കഴുകി എടുത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. 6 മണിക്കൂറാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ. ഇനി ഞാനിതൊന്ന് രാത്രിയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. അതായത് ചോറ് ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അങ്ങനെ തന്നെ അടിക്കുകയാണ്. 2 ബാച്ചായിട്ട് അടിച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രാവിലെ ആയപ്പോൾ അത്യാവശ്യം നല്ലോണം പൊളിച്ച് പൊന്തി വന്നിരിക്കണം കേട്ടോ മാവൊക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് ചുട്ടെടുക്കണം. പിന്നെ ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇത് അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ആരും ഒന്ന് വിചാരിക്കേണ്ട എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യണം തോന്നി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ അത് അത്രയൊക്കെ തന്നെയുള്ളൂ. ഇപ്പോൾ ഇഡ്ഡലി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായാലും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കണം കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ട്രൈ ആക്കിക്കോളി.